ചോദ്യം: ഒരു പ്രവാചകന്റെ മാതാവിന്റെ ജനനത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആരാണത്? ഉത്തരം: ഈസാ നബിയുടെ ഉമ്മ ഇമ്രാന്റെ മകൾ മറിയം റളിയല്ലാഹു അൻഹ. ചോദ്യം: തന്റെ അതിഥികളായി വന്ന മലക്കുകൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത പ്രവാചകൻ. ഉത്തരം: ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ചോദ്യം: ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഉത്തരം: 16 പ്രാവശ്യം. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രന്മാരിൽപ്പെട്ട ഒരാൾക്ക് ഒരു മുൻ പ്രവാചകന്റെ പേര് നൽകപ്പെട്ടിട്ടുണ്ട്. പേരെന്ത്? ഉത്തരം: ഇബ്രാഹിം. ചോദ്യം: ഈജിപ്തിലെ ഹെക്സൂസ് ഭരണകാലത്ത് ജീവിച്ച പ്രവാചകൻ. ഉത്തരം: യൂസഫ് നബി അലൈഹിസ്സലാം. ചോദ്യം: ആദിന്റെ സഹോദരൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പ്രവാചകൻ. ഉത്തരം: ഹൂദ് നബി അലൈഹിസ്സലാം. ചോദ്യം: മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രവാചകത്വ കാലഘട്ടം എത്ര? ഉത്തരം: 40 വർഷം. ചോദ്യം: ഒരു പ്രവാചകനും ഒരു സ്വഹാബിയും സിദ്ദീഖ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആരാണവർ? ഉത്തരം: യൂസഫ് നബി അലൈഹിസ്സലാമും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും. ചോദ്യം: ആദൻ നബി അലൈഹിസ്സലാം ഈ പേരിൽ അറിയപ്പെടാൻ കാരണമെന്ത്? ഉത്തരം: അദീമുൽ അർള്, ഭൂമിയിലെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട്. ചോദ്യം: പ്രവാചകന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ചില സൂറകളുണ്ട് ഖുർആനിൽ. പേരെന്ത്? ഉത്തരം: യൂസഫ്, യൂനസ്, ഹൂദ്, ഇബ്രാഹിം, നൂഹ്, മുഹമ്മദ്. ചോദ്യം: എത്രാം വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചേലാകർമ്മം നടന്നത്? ഉത്തരം: 80-ാം വയസ്സിൽ. ചോദ്യം: ഹൂദ് നബിയുടെ ജനത ആര്? ഉത്തരം: ആദ് സമൂഹം. ചോദ്യം: ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ 2 ഭാര്യമാർ ആരെല്ലാം? ഉത്തരം: ഹാജർ റളിയല്ലാഹു അൻഹ, സാറ റളിയല്ലാഹു അൻഹ. ചോദ്യം: യഹ്യ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ എത്ര പ്രാവശ്യം പരാമർശമുണ്ട്? ഉത്തരം: 5 പ്രാവശ്യം. ചോദ്യം: അർശിനെ വഹിക്കുന്ന മലക്കുകളുടെ എണ്ണം എത്ര? ഉത്തരം: 8 മലക്കുകൾ. ചോദ്യം: ആദൻ നബി അലൈഹിസ്സലാമയുടെ ജനാസ നമസ്കരിച്ചത് ആര്? ഉത്തരം: മലക്കുകൾ. ചോദ്യം: വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഉത്തരം: 69 പ്രാവശ്യം. ചോദ്യം: ഒരിക്കൽ മാത്രം സൂര്യപ്രകാശം ഏറ്റ ഭൂമി? ഉത്തരം: നൈൽ നദിയിലൂടെ മൂസാ നബി അലൈഹിസ്സലാമും ജനതയും കടന്നുപോയ പ്രദേശം. ചോദ്യം: ആദ്യമായി മരണപ്പെട്ടത് മൂസാ നബിയോ ഹാറൂൻ നബിയോ? ഉത്തരം: ഹാറൂൻ നബി അലൈഹിസ്സലാം മരണപ്പെട്ട് 3 വർഷം കഴിഞ്ഞാണ് മൂസാ നബി അലൈഹിസ്സലാം മരിച്ചത്. ചോദ്യം: വിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബിയെക്കുറിച്ച് എത്ര പ്രാവശ്യം പരാമർശമുണ്ട്? ഉത്തരം: 17 പ്രാവശ്യം. ചോദ്യം: അദാസ് പ്രദേശത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. ത്വായിഫിലേക്കുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രദേശം കണ്ടു. ആരാണ് ആ പ്രവാചകൻ? ഉത്തരം: യൂനുസ് നബി അലൈഹിസ്സലാം. ചോദ്യം: നിങ്ങൾ അളവ് പൂർത്തിയാക്കി കൊടുക്കുക. നിങ്ങൾ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലാകരുത്. ഇങ്ങനെ തൻ്റെ ജനതയ്ക്കിടയിൽ പ്രബോധനം നടത്തിയ പ്രവാചകൻ. ഉത്തരം: ശുഐബ് നബി അലൈഹിസ്സലാം. ചോദ്യം: എൻ്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണമേ. തീർച്ചയായും അദ്ദേഹം വഴി പിഴച്ചവരുടെ കൂട്ടത്തിലായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച പ്രവാചകൻ. ഉത്തരം: ഇബ്രാഹിം നബി അലൈഹിസ്സലാം.